അവമാനിച്ചതിന്റെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇലക്ഷൻ കഴിഞ്ഞപ്പോ എന്താ ഞങ്ങൾ കാണിച്ചു തരാപ്പോ എന്താ പ്രശ്നം എന്താ? ഈ VD സതീശൻ എന്ത് ഒലത്തുന്നാണ് വിചാരിച്ചിരിക്കുന്നത്? അടി കൂടല്ലേ, ഒന്ന് ഒതുങ്ങി. ജീവനാരാ കാര്യമായിട്ട് എന്തോ ഉണ്ടായിക്കണു കേട്ടോ. അയ്യോ സതീശേട്ടാ, എന്നെ രക്ഷിക്കണേ. അവൻ കരാട്ടക്കാരാണ് പാലഞ്ചേട്ടോ. കാരാട്ട കോപ്പ് ആരണ്ടവൻ? ഓർക്കും വീട്ടിലെ കച്ചറാണ് പിജു, മാർക്കറ്റിലെ ഇറച്ചിയോട്ടാണ്. അപ്പൊ പിന്നെ അതിനേക്കാളും വലിയ വെല്ലുവിളി നടത്തുന്ന ഒരാളാണ്, അതിനേക്കാളും വലിയൊരു ഗുണ്ടയാണ് ഞാൻ. ഗുണ്ടകളുടെ ഡയലോഗിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഡയലോഗുകളാണ് പാലക്കാട്ട് നിന്ന് കേട്ടുകൊണ്ടിരിക്കണേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടി വാങ്ങിക്കൂട്ടാൻ ട്രോളി ബാഗ് ഒന്നും മതിയാവൂല. ഈ മന്ത്രിയുടെ അളിയനും കൂടി ഉണ്ടാക്കിയതാണ് ഈ ഗൂഢാലോചന മുഴുവൻ. ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് മന്ത്രി MB രാജേഷിനെ വെറുതെ വിടൂല എന്നാണ് സതീഷ് ഏട്ടൻ പറയണത്. ഞങ്ങളുടെ വനിതാ നേതാക്കന്മാരുടെ മുറിയിൽ പോലീസിനെ വിട്ട് അവരെ അപമാനിച്ചതിന് രാത്രി 12 മണിക്ക് അവമാനിച്ചതിന്റെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയണത് വരെ അപ്പോൾ മന്ത്രി സേഫാണ്. വോട്ടെടുപ്പ് കഴിയണത് വരെ സതീഷ് ഏട്ടൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. കലിപ്പില്ലാഞ്ഞിട്ടല്ല, വോട്ട് കുറയുന്ന് പേടിച്ചിട്ടാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മൂപ്പർ എന്ത് ചെയ്യാനാ പരിപാടി? ഈ മന്ത്രി റോട്ടിലിറങ്ങണേ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോ അതിന് ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കും. രാജേഷ് ഏട്ടാ, നിങ്ങളെ റോട്ടിക്ക് ഇറങ്ങാൻ സമ്മതിക്കൂലെന്ന്. എങ്ങനെ ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോവാ? ഹെലികോപ്റ്ററിൽ പോകേണ്ടി വരുമോ? അയ്യോ സതീശേട്ടാ, എന്നെ രക്ഷിക്കണേ. ഈ രക്ഷിക്കണേന്ന് കേട്ട ഉടനെ പാലക്കാട്ടെ പാർട്ടിയുടെ രക്ഷകര് രംഗത്തെത്തി. കാണിച്ചു തരാം എന്ത് കാണിച്ചു തരാം? സതീശേട്ടനാ പറഞ്ഞേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് കാണിച്ചു തരാന്നാ പറയണേ. കാണിച്ചു തന്നു കഴിഞ്ഞാൽ കാക്കി ട്രൗസർ ഉണ്ടാകും ഉള്ളില്, വേറെ എന്തോന്നാണ്? അത് സതീശേട്ടൻ പറയട്ടെ. സതീശേട്ടാ, നിങ്ങൾ എന്ത് കാണിച്ചു തരാന്നാ പറഞ്ഞേന്ന്. ഈ മന്ത്രി റോട്ടിലിറങ്ങണേ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. ബാലേട്ടാ, മന്ത്രിനെ റോട്ടിക്ക് കാല് കുത്താൻ സമ്മതിക്കൂലെന്ന്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്ത് പിറവത്ത് അയാൾ പറയുന്ന സ്ഥലത്ത് MB രാജേഷിനെ ഒരാളും ഇല്ലാതെ ഒരു പോലീസ് ഇല്ലാതെ എത്തിക്കുക. ഈ മന്ത്രി റോട്ടിലിറങ്ങണേ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. നിനക്കടിക്കണാന്ന് ചെക്ക് ബാലൻ സഖാവ് സ്കോർ ചെയ്തു. പിണറായി വിജയം വിചാരിച്ചാൽ നടക്കൂല. ബാലേട്ടാ, അതുകൊണ്ടൊന്നും മൂപ്പര് പേടിച്ചിട്ടില്ലാന്ന്. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പേടിപ്പിച്ചാണ്. ഇത് ആരെയും പേടിപ്പിക്കുന്നത്? അത് നടക്കണ്. ബാലേട്ടനെ തള്ളി മാറ്റി സുരേഷ് ഏട്ടൻ ഒരൊറ്റ വരവാ. ഈ VD സതീശൻ എന്ത് ഒലത്തുന്നാണ് വിചാരിച്ചിരിക്കുന്നത്? സതീഷ് ഏട്ടാ, ഒരടുത്ത ആളിറക്കിട്ടോ, നമ്മള് വേറെ ആളിറക്കണുണ്ടോ? ഇയാളതൊരു പ്രധാനപ്പെട്ട ആളുകൾ. സുരേഷ് ഏട്ടാ, നിങ്ങൾ പ്രധാനപ്പെട്ട ആളല്ലാന്ന്. നിങ്ങൾ വിചാരിച്ചാലൊന്നും ഒന്നും നടക്കൂലെന്ന്. സതീശൻ ഔദ്യോഗിക കാറിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കില്ല എന്ന് തീരുമാനിച്ചാൽ സതീശൻ പ്രവേശിക്കില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാലക്കാട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പാലക്കാട് ഞാൻ കയറണം വേണ്ടത് പാർട്ടി ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുന്നു. ജീവനാരായി അതുകൊണ്ട് നല്ല ഇടി അങ്ങനെ കൊടുത്തില്ലേ, ഇങ്ങോട്ട് കിട്ടിയില്ലേ എനിക്ക് ആരും അറിയണ്ട. സതീശൻ ഔദ്യോഗിക കാറിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കില്ല എന്ന് തീരുമാനിച്ചാൽ സതീശൻ പ്രവേശിക്കില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഒരു ട്രോളി ബാഗിൽ തുടങ്ങിയതാണ്. ഇതിന് എവിടെ ചെന്ന് അവസാനിക്കുന്നു ആർക്കറിയാം?